പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കണക്കിൽ ആൾജിബ്ര എന്നൊരു പോർഷനുണ്ട്. ആ പോർഷനിലെ ഒരു ഭാഗം ഞാൻ പറയാൻ പോവുകയാണ്. അതായത് a+b² = a²+b² + 2ab. അപ്പോൾ a+b² അതൊരു ബ്രാക്കറ്റിനകത്തിൽ ഇട്ടൊരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ പരിണിത ഫലം ഇത്രയുമാണ്. അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും സ്ട്രോങ് ബോണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ റിസൾട്ടാണ് സ്ട്രോങ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രോങ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അനാഥത്വം എന്ന ആ പ്രക്രിയയ്ക്ക്, നമ്മളെല്ലാം പറയുന്ന ഈ ഓർഫൺ എന്ന് പറയുന്ന ആ പ്രക്രിയയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നതാണ്. a+b² എ ഒരു വ്യക്തിയാണ്, അച്ഛനാണ്, ഒരു സ്ത്രീയാണ്, ബി ഒരു പുരുഷനാണ്. അത് രണ്ടും ഹോൾ² അത് രണ്ടും ഒന്നിക്കുമ്പോൾ ഉണ്ടാക്കുന്ന റിസൾട്ടാണ് a² + b² + 2ab. ഇറ്റ് ഈസ് വെരി സ്ട്രോങ്. ഇത് എപ്പോഴും നമ്മൾ നോക്കൂ, അത് വല്ല ശക്തിയുള്ളൊരു ബോണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ പ്രക്രിയയിലൂടെ നടക്കുന്നതാണ് ഒരു സന്താന ഭാഗ്യം എന്ന് പറയുന്നത്. ആ സന്താനം എപ്പോൾ, എവിടെ, എങ്ങനെയാണ് അനാഥമാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ? സ്വർണ്ണക്കിളി വർണ്ണക്കിളി മൈപ്പീലി കൂട്ടിലെ വർണ്ണക്കിളി, അച്ഛനാ വീട്ടിൽ അമ്മ ഈ വീട്ടിൽ ഞങ്ങൾ അനാഥരല്ലോ. ആ കിളിയുടെ മനസ്സിൽ അനാഥത്വം തോന്നിയത് അച്ഛനവിടെ അമ്മയുടെ ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ അനാഥത്തിന് എന്തെങ്കിലും ശാശ്വതമായ സത്യമുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും എല്ലാവർക്കും ഓരോരോ അഭിപ്രായം കാണും. എൻ്റെ അഭിപ്രായത്തിൽ അത് അനാഥത്വം എന്ന വാക്കിന് യാതൊരു വിലയും ഇല്ല എന്ന് തന്നെയാണ്. ഒരച്ഛൻ ഒരു പെണ്ണിൻ്റെയും ഒരു സ്ത്രീയുടെയും സംഗമത്തിലൂടെ, അതായത് ഒരു പുരുഷനാകുന്ന ദൈവത്തിൻ്റെയും ഒരു സ്ത്രീയാവുന്ന ദൈവത്തിൻ്റെയും സംഗമത്തിലൂടെയാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞിലേക്ക് ഈ രണ്ട് ദൈവികത്വവും ചേർക്കുമ്പോൾ, ആ ചേർന്ന് വരുമ്പോൾ അതിൽ ആ ദൈവികത്വം വളരെ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ശരിക്കും അലങ്കരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അച്ഛനേക്കാളും അമ്മയെക്കാളും കൂടുതൽ ദൈവികം ഉള്ളത് തന്നെയാണ്. ആ ദൈവികത്വം ആ കുട്ടിയിലുള്ളപ്പോൾ എങ്ങനെയാണ് ആ കുട്ടി അനാഥമാകുന്നത്? ഒരിക്കലും അനാഥം അല്ല. അപ്പോൾ ആ കുട്ടിയിലേക്ക് ആ ദൈവികത്തിന് ഇങ്ങനെ വളർന്ന് വരുമ്പോൾ എനിക്ക് കൂട്ടിന് ദൈവമുണ്ട് എന്നൊരു വിശ്വാസം ആ കുട്ടിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ അനാഥത്വം ഇല്ല. ഇപ്പോൾ ചിലപ്പോൾ അച്ഛൻ പോയെന്ന് വരും, ചിലപ്പോൾ അമ്മ പോയെന്ന് വരും. അമ്മയും കളഞ്ഞാൽ വേറെ ആരെങ്കിലും ആ കുട്ടികൾക്ക് കാണും. അപ്പോൾ അവർക്ക് ആ അനാഥത്തിൽ നിന്നും അവർ രക്ഷിക്കാൻ ആളുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൽ ദൈവീകത്വം തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ദൈവമുണ്ടെങ്കിൽ ആ ദൈവീകത്വത്തെ നമ്മൾ അലങ്കരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അനാഥത്വം ഫീൽ ചെയ്യുകയില്ല. അത് വെറും മിഥ്യയായ ഒരു പ്രഹസനം മാത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ കുട്ടികൾ നല്ലതുപോലെ തന്നെ വളരും. ഞാനൊരു ഉദാഹരണം ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം, എൻ്റെ വീട്ടിൽ രണ്ട് നല്ല കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും, ഒരു 13 വയസ്സുള്ള കുട്ടികൾ എൻ്റെ ഗേറ്റ് കടന്നു വന്നു. നല്ല ഡ്രസ്സാണ്, നല്ല വേഷമാണ്, നല്ലതായിട്ട് തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ അവർ ആൻറ്റിയെന്ന് വിളിച്ചു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്താ മക്കളെ ചോദിച്ചവർ പറഞ്ഞു, എന്തെങ്കിലും തരണേ എന്ന്. ഞാൻ എന്താ, വസ്ത്രം വേണോ, ആഹാരം വേണോ, എന്താ വേണം ചോദിച്ചോ? അതൊന്നും വേണ്ട, ഒരു 10 രൂപ തരണം, 10ഓ അതിൽ കൂടുതലോ തന്നാൽ മതി. രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ഞാൻ ചോദിച്ചു, എന്തിനാണ് മക്കളെ ഇത്ര ആഗ്രഹത്തോടെ ഈ 10 രൂപ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ കളഞ്ഞുപോയി, അതുകൊണ്ട് നമുക്ക് അമ്പലങ്ങളിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ചിലവിനുള്ള പൈസ അമ്മയടുത്ത് ചോദിച്ചാൽ അമ്മയടുത്ത് പറഞ്ഞാൽ തരത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ അമ്മ അറിയാതെ വന്നതാണ്, എവിടെയെങ്കിലും ചെന്ന് കിട്ടിയാൽ അത് ചെയ്യാമെന്നൊരാഗ്രഹം, അച്ഛൻ തിരിച്ചു വരണം എന്ന ഒരാഗ്രഹത്തോടുകൂടി എന്തെങ്കിലും ചെയ്യാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളുടെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അയ്യോ വേണ്ട ആൻറ്റി, എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ ആ ഫോട്ടോ കൂടി ഇതിനൊപ്പം ചേർത്തേനെ. പക്ഷേ ഞാൻ അവർക്ക് 10 രൂപ മാത്രം മതി ആൻറ്റി, ഞങ്ങൾ 2-3 സ്ഥലത്ത് ചോദിച്ചിട്ട് ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ അനാഥരാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ
എൻ്റെ മനസ്സിൽ തോന്നി, ആ മക്കളുടെ മനസ്സിൽ അനാഥത്വം തോന്നിയത് അച്ഛൻ മാറിപ്പോയതുകൊണ്ടാണ്. നല്ലതുപോലെ സ്നേഹത്തോടെ വളർത്തിയ മക്കൾ തന്നെയാണത്. ഞാനവരെ കുറച്ച് നേരം സ്നേഹത്തോടെ പിടിച്ചിരുത്തി കുറച്ച് വർത്താനം, എനിക്കിഷ്ടപ്പെട്ട നല്ല കുട്ടികളായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് ഇടണം തോന്നിയത്. അപ്പോൾ ഒരു മനുഷ്യരും അനാഥർ ആവുന്നതേ ഇല്ല. ഒരിടത്ത് നമ്മൾ കിളി പറഞ്ഞു, ഞങ്ങൾ അനാഥരല്ലോ എന്ന്. പക്ഷേ നമ്മൾ വേറൊരു ഭാഷ നോക്കണം. അള്ളാവിൻ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും യതീമുകൾ. ഈ ദുനിയാവിൽ എല്ലാവരും യതീമുകൾ. അതായത് അള്ളാവിൻ്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഉണ്ട്, അള്ളാവിൻ്റെ കാരുണ്യം എല്ലാവരിലുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ആ കാരുണ്യത്തോടു കൂടി തന്നെയാണ് ജനിക്കുന്നത്, മനസ്സിലാക്കുക. ഇല്ലായിരുന്നെങ്കിൽ മാത്രമാണ് എല്ലാവരും യതീമുകൾ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരാളും ഒരു വ്യക്തിയും ഒരു കുട്ടിയും ഒരു ജീവിയും ഈ ഭൂമിയിൽ യതീമുകൾ അല്ല. അതായത് nobody is orphan in this world. Remember one thing, God is greater than the greatest.